ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങാൻ സമയമായിരിക്കുന്നു, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഈ വീഡിയോ ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ ആദ്യം നമുക്ക് ഒറക്കിൾ കാർഡ്സ് വെച്ചിട്ടാണ്. ട്രാപ്ഡ് ഇൻ ഫിയർ എന്ന് പറയുന്ന ഒരു കാർഡാണ് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് കണ്ടില്ലേ, ഇവിടെ പലരും നമ്പർ 8 ആണ്. ഇവിടെ പലരും പല കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ആഗ്രഹിക്കുന്നതൊന്നും ലഭിക്കാതെ വരുമ്പോൾ ഒരു നിരാശയാണ്. ചില കാര്യങ്ങളിൽ പേടി അനുഭവിച്ച് ഇരിക്കുന്ന ഒരു എനർജി, മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കണ്ടില്ലേ, മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് എന്താണ്, താൻ എന്തോ കുറ്റം ചെയ്തോ അല്ലെങ്കിൽ മറ്റുള്ളവർ വെറുതെ കുറ്റം ആരോപിച്ചിട്ട് ഒരു പേടി അനുഭവിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അല്പം ദൈവാനുഗ്രഹം കുറയുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. ഈ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഒരു മുറിക്കുള്ളിൽ അടച്ചുകൂടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇത് ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ളതാണ്. മറ്റുള്ളവരുടെ എനർജി നിങ്ങളിലേക്ക് തന്നിരിക്കുന്ന ഒരു വിഷമാവസ്ഥയാണ് ഇതെന്ന് കാണുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിലേക്ക് അനാവശ്യകരമായ കുറ്റാരോപണം നടത്തിയിട്ട് നിങ്ങൾ വിഷമിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ചുറ്റിലും ഉള്ളതായിട്ടാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുഖം കാണാൻ കഴിയാത്ത വിധം നിങ്ങളിവിടെ മുറിക്കുള്ളിൽ അടച്ചുകൂടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരുപാട് കാലം ഇങ്ങനെ ഇരിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം ഇതിനപ്പുറത്തൊരു പ്രകാശമുണ്ട്, കണ്ടില്ലേ, ഇതിനപ്പുറത്ത് പ്രകാശമുണ്ട്. ഈ പ്രകാശത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ല, പ്രകാശം നിങ്ങൾ കാണുന്നില്ല. അത് എന്തായാലും ശരി, ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളിലേക്ക് നല്ല ഒരു സക്സസ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമ്പർ 8 ആണ്. നിങ്ങൾക്ക് അബണ്ടൻസിന്റെ നമ്പറാണ്, അല്ല എങ്കിൽ ഇൻഫിനിറ്റി സിംബലാണ്. ഇൻഫിനിറ്റി സിംബൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ദൈവാനുഗ്രഹത്തിൻ്റെതായ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ഈ ഒരു ഭീരത്വത്തിൽ നിന്ന് നിങ്ങൾ കടന്നു വരുന്നത് പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ്. മനസ്സിലായി? അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. നമുക്കതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നോക്കാവേ. ഒന്ന് ക്ലാരിറ്റിക്ക് വേണ്ടി കാർഡ് എടുക്കാവേ. അത് തീർച്ചയായിട്ടും 6 ഓഫ് വാൻസിന്റെ എനർജിയാണ്. നിങ്ങൾ ഈ ഭീരത്വത്തിൽ നിന്ന് എന്തിലൊക്കെയോ നിങ്ങൾ ചിലപ്പോൾ മത്സര പരീക്ഷകളിൽ തോറ്റുപോയിരിക്കാം. മറ്റുള്ളവരുടെ മുഖം കാണുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ചിലപ്പോൾ വിദേശത്ത് ജോലിക്ക് പോയിട്ട് അത് സാധ്യമാകാതെ വരുന്ന എനർജി, അവിടെയും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ നിന്നും, ഇത്തരത്തിലുള്ള ഭീരത്വത്തിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത്. 6 ഓഫ് വാൻസിന്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ 6 ഓഫ് വാൻസിന്റെ എനർജി എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം, ആവേശത്തോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള സമയമായിരിക്കുന്നു. അത് ഇത്രയും വലിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വലിയൊരു പരാജയം വന്നുവെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു സക്സസിലേക്ക് നീങ്ങാൻ സാധിക്കൂ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. മനസ്സിലായി? അതാണ് നമുക്ക് ഇവിടെ ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി പേടിച്ച് വിറച്ചിരിക്കുന്ന അല്ലെങ്കിൽ പേടിയുടേതായ കെണിയിലകപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്നും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴോ സങ്കടങ്ങൾ വരുമ്പോഴോ നിങ്ങൾ വിചാരിക്കരുത് എന്നും എനിക്ക് ഇത് തന്നെയാണ് ഗതി എന്ന്. അല്ല, തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്നും വെളിയിലേക്ക് വരും. ഇവിടെ കണ്ടില്ലേ, ഇതിൽ നിന്നും നിങ്ങൾ വെളിയിലേക്ക് വരുന്നത് എല്ലാ കാര്യങ്ങളിലും സക്സസിലേക്കാണ്. കാരണം ഈ ഒരു പാഠം നിങ്ങൾ പഠിക്കുന്നുണ്ട്. എന്തുകൊണ്ട് എനിക്കിത് വന്നു എന്നുള്ള പാഠം നിങ്ങൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾ മുന്നോട്ട് വരുന്തോറും ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് മുന്നോട്ട് വരുന്നത്. അത് ശരിയായ വിധത്തിൽ പഠിച്ച് മനസ്സിലാക്കാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ കഴിയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പരിശ്രമിച്ച് ഇവിടെ സക്സസ് നേടാൻ ശ്രമിക്കുന്നു എന്നുമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും വലിയൊരു സക്സസിലേക്ക് നിങ്ങൾ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്.
ഇവിടെയോ പാർട്ട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് ആണ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു എനർജി വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിലേക്ക് വന്നു ചേരും. നമ്പർ 3 ആണ് ഇവിടെ. കണ്ടല്ലേ, ഇവിടെ ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, നല്ലൊരു പാർട്ട്ണറെ കിട്ടാൻ പോകുന്നു. നിങ്ങൾ ഇനി അഥവാ ഇനി ഏത് കാര്യത്തിലായാലും, നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യത്തിലാണോ നിങ്ങൾക്ക് നല്ല പാർട്ട്ണർ വേണ്ടത്, അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണോ ഇനി നഷ്ടപ്പെട്ടു പോയ പാർട്ട്ണർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അങ്ങനെ അവർ തിരിച്ചു വരും. ഇനി അതുമല്ല എങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു സക്സസ്സിലേക്ക് പോകാം. അല്ലെങ്കിൽ ബിസിനസ് സംബന്ധപരമായ കാര്യത്തിൽ നിങ്ങൾ ഒരു പാർട്ട്ണറെ തേടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഒത്തുചേർന്ന് സന്തോഷത്തിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെതായ വിജയത്തിലേക്കോ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി ഇതുമല്ല, ഏതെങ്കിലും വ്യക്തികളല്ല, ഒരു സാഹചര്യവും അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഡിവൈൻ തന്നെ നിങ്ങൾക്ക് രക്ഷകനായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പൊ ഏതൊരവസ്ഥയിലാണോ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത്, ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെതായ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് നിങ്ങൾക്കൊരു സക്സസ്സിലേക്ക് പോകാൻ സാധിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ആണ് എങ്കിൽ അത് നിങ്ങൾക്ക് വരാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്താണ് നമുക്കതിൻ്റെ ക്ലാരിഫിക്കേഷൻ നോക്കാം. ഇവിടെ കണ്ടില്ലേ, ക്യൂൻ ഓഫ് പെന്റക്കിൾസ് സാമ്പത്തികപരമായ കാര്യങ്ങളിലായാൽ പോലും നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കും. ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ സമ്പത്തിൻ്റെതായ എനർജിയിലേക്ക് നിങ്ങളിവിടെ ലക്ഷ്യം നട്ടിരിക്കുന്നു എങ്കിൽ മറ്റുള്ളവരുമായിട്ട് കൂടെ ചേർന്ന് ഒരു സംരംഭത്തിലേക്ക് മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് കാര്യങ്ങളിലേക്ക് മുന്നോട്ട് ഇറങ്ങിത്തിരിക്കാനോ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ ഏത് കാര്യത്തിലായാലും നിങ്ങൾക്കതിവിടെ സക്സസ്സിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഡിസ്റപ്ഷൻ ആണ്. കണ്ടില്ല, ഡിസ്റപ്ഷൻ എന്ന് പറയുമ്പോഴെന്താണ്, ചില കാര്യങ്ങളിൽ മുന്നോട്ട് ഇറങ്ങാൻ വയ്യ. നമ്പർ 7 ആണ് വന്നിരിക്കുന്നത്. ഡിസ്റപ്ഷൻ, കൈകൾ പൂട്ടിക്കെട്ടി നിൽക്കുകയാണ്. മുന്നോട്ട് ധാരാളം കാര്യങ്ങളുണ്ട്, പക്ഷെ ഒന്നിലോട്ടും മുന്നോട്ട് ഇറങ്ങാൻ വയ്യ. ഒന്നുകിൽ മടിയായിരിക്കണം, അതുമല്ല എങ്കിൽ മനസ്സിന്റെ ധൈര്യക്കുറവ്. ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിനെ മതിച്ചിരിക്കുന്നത് ചില നെഗറ്റീവ് എനർജീസ് ആണ്. നമ്മൾ എല്ലായ്പ്പോഴും പറയാം നെഗറ്റീവ് ആയിരിക്കാതെ പോസിറ്റീവ് ആയിരിക്കൂ എന്നല്ലേ. എന്നിരുന്നാൽ കൂടെ നമ്മൾ അങ്ങനെ ചിന്തിക്കും, എപ്പോഴും പറയുകയും ചെയ്യും. പക്ഷേ തീർച്ചയായിട്ടും നമ്മളും പലപ്പോഴും എന്താണ്, നെഗറ്റീവ് എനർജിയിൽ തങ്ങി നിൽക്കും. ആ ഒരു എനർജിയിൽ നിന്ന് നമുക്ക് വെളിയിലോട്ട് വരാൻ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നു അല്ലേ. ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് തീർച്ചയായിട്ടും ഇവിടെ മുന്നോട്ട് വരൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് തടസ്സങ്ങൾ മാറിക്കിട്ടാൻ പോകുന്നത്. ഇങ്ങനെയുള്ള ഈ ഇരിപ്പിൽ എന്താണ്, കൈകൾ കൂട്ടിപ്പെട്ടിരിക്കുകയാണ്, ഒരു പ്രതിക്കൂട്ടിൽ കിടക്കുന്നത് പോലെയുള്ള അവസ്ഥ. അതായത് മനസ്സിന് ധൈര്യമില്ല. ഒന്നുകൂടി പവർഫുൾ ആകണം. നിങ്ങൾ സ്വയം ആലോചിക്കണം, ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ എങ്ങനെയാണ് സക്സസ് നേടാൻ സാധിക്കുന്നത്? ഒരുപാട് പ്രശ്നങ്ങൾ ചുറ്റിനുമുണ്ട്. അപ്പോൾ ഒന്നിനും മുന്നോട്ട് വരാൻ പറ്റുന്നില്ല, റിലേഷൻഷിപ്പിൽ മുന്നോട്ട് വരാൻ പറ്റുന്നില്ല, ജോലി സംബന്ധമായ കാര്യങ്ങളിൽ മുന്നോട്ട് വരാൻ പറ്റുന്നില്ല, സാമ്പത്തിക കാര്യങ്ങളിൽ മുന്നോട്ട് വരാൻ പറ്റുന്നില്ല, ബൈക്കിലേക്ക് ആരോ പിടിച്ചു വലിക്കുകയാണ്, കൈകൾ കൂട്ടപ്പെട്ട് വെച്ചിരിക്കുകയാണ്, പ്രവർത്തികൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വന്നേ മതിയാകൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് നോക്കാം എന്ത് കാര്യത്തിലാണ് നിങ്ങളിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്, ഇത് മാറിക്കിട്ടുമോ എന്നും നോക്കാം. ഇവിടെ ഡെത്ത് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനി പേടിക്കുന്ന ആ അനുഭവങ്ങൾ ഉണ്ടാവാം. നിങ്ങളുടെ ജീവിതത്തിൽ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ചിലപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടിട്ടുണ്ടാവാം. അതുമല്ല, നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇനി ഒരിക്കലും നമ്മൾ സംസാരിക്കില്ല, ഇനി ഒരു കോണ്ടാക്റ്റിലേക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ടാവാം. റിലേഷൻഷിപ്പിൽ
പ്രശ്നങ്ങൾ ഉണ്ടാവാം, സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഇതെല്ലാം ഓർത്തിട്ട് പേടിച്ചിരിക്കുന്നു നിങ്ങൾ. മുൻപുണ്ടായ അനുഭവങ്ങളെ ഓർത്തിട്ട് നിങ്ങൾ ഇവിടെ പേടിച്ചിരിക്കുന്നു. മുന്നോട്ട് ഇനി വരാൻ വയ്യ, ഇനി എല്ലായ്പ്പോഴും ഇതേ അനുഭവങ്ങൾ തന്നെയാണ് എനിക്ക് ഉണ്ടാവുന്നത്, പരാജയങ്ങൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ മാറ്റമാണ് വരാൻ പോകുന്നത്. ഒരു പുനർജന്മം വരാൻ പോകുന്നുണ്ട്. മനസ്സിലായോ? ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒരു പുതിയ ജന്മം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ചേഞ്ച് വരാനുള്ള സമയമായിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ, നിങ്ങളെ പേടിപ്പെടുത്തുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടാൻ സമയമായിരിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ന്യൂ ബിഗിനിങ്സ് ആണ് വരാൻ പോകുന്നത്. പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. ഇവിടെ അത് തന്നെയാണ്, ചേഞ്ച് ആണ് വരാൻ പോയിരിക്കുന്നത്, അല്ലേ? ചേഞ്ച് വരാൻ ഉള്ള സമയമായിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെയോ പുതിയ തുടക്കം വരാൻ തുടങ്ങുന്നു നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും പുതിയ തുടക്കം കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള അവസരം. പുതിയതായിട്ട് വാഹനങ്ങൾ വാങ്ങിക്കാം, പുതിയ വീട് വാങ്ങിക്കാനുള്ള എനർജി ആവാം, അതുപോലെ പുതിയ റിലേഷൻഷിപ്പിലേക്ക് കടക്കാനാവാം. മറ്റ് അതിനു മുൻപുണ്ടായിരുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളായിരിക്കാം. അവിടെ നിന്ന് നിങ്ങൾക്ക് അതിനെയൊക്കെ ഉപേക്ഷിച്ച് പുതിയൊരു ലൈഫിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എല്ലാ വിധത്തിലും നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരികയാണ്. എല്ലാ വിധത്തിലും, സാമ്പത്തിക കാര്യങ്ങളിലായാലും നിങ്ങളുടെ ജോലിക്കാര്യങ്ങളിൽ, അതാണ് പറയുന്നത്, റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പുതിയ തുടക്കം വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട് വാങ്ങിക്കാനുള്ള കാര്യമായാലും വാഹനം വാങ്ങിക്കാനുള്ള കാര്യങ്ങൾ, ഏത് കാര്യത്തിലാണോ നിങ്ങൾ ഇപ്പോൾ ഇത് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് പുതിയ തുടക്കം ഇവിടെ വരാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണുന്നത്. പ്രധാനമായിട്ടും എന്താണ് പുതിയൊരു തുടക്കം നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. 5 ഓഫ് കപ്സിന്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ നിരാശയിൽപ്പെട്ടിരിക്കുന്നു, സ്നേഹബന്ധത്തിൽ നിരാശ, റിലേഷൻഷിപ്പിൽ നിരാശ, ഒറ്റപ്പെട്ടു പോയി എന്നുള്ള തോന്നൽ. ഈ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള തോന്നലിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ചിലപ്പോൾ നിങ്ങളിലേക്ക് തിരികെ വരും. നിങ്ങളുടെ സ്നേഹത്തെ മനസ്സിലാക്കി അവർ തിരികെ വരികയും നിങ്ങൾ ചിലപ്പോൾ പുതിയൊരു തുടക്കത്തിലേക്ക് പോവുകയും ചെയ്യാം, പുതിയൊരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വരാൻ പോകുന്നത്. ഇങ്ങനെയുള്ള ചില തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കിട്ടുന്നു. നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികളുമായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ചില സാമ്പത്തിക കാര്യങ്ങളിലേക്ക് ഒക്കെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്ന നമ്പർ 4 ആണ്, ട്രാൻസ്ഫോർമേഷൻ ആണ്. കണ്ടില്ലേ? ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം തന്നെ, ഒരു പരിവർത്തനം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതെ, ഒരു പരിവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ വരും, വരാതിരിക്കില്ല. ബട്ടർഫ്ലൈ എങ്ങനെയാണോ പ്യൂപ്പയിൽ നിന്നും പുഴുവായി വർണ്ണശബളമായ ചിറകുകളോടുകൂടി അതിന് പാറിപ്പറക്കാൻ കഴിയുന്നത്, മറ്റുള്ളവരെ ആകർഷിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എങ്ങനെയാണോ, അതുപോലെ നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ പരിവർത്തനം സംഭവിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നും ആയിരിക്കില്ല. നിങ്ങൾക്ക് അവിചാരിതമായിട്ട്, അപ്രതീക്ഷിതമായിട്ടായിരിക്കണം ഇങ്ങനെ ഒരു പരിവർത്തനം ജീവിതത്തിൽ വരാൻ പോകുന്നത്. സാമ്പത്തികപരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ വരുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുക, ഡ്രസ്സിൽ ഒരുപാട് മാറ്റം വരുത്താൻ സാധിക്കുക, ഒരുപാട് പരിവർത്തനങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ ഇവിടെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന പല പ്രതിസന്ധികളിൽ നിന്നും, വെല്ലുവിളികളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് മാറ്റത്തിലേക്കാണ് വരുന്നത്, പരിവർത്തനത്തിലേക്കാണ് വരുന്നതെന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. എന്താണ് അതിന് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കാർഡ് എടുക്കാവേ. ഇവിടെ 9 ഓഫ് വാൻസിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം കൂടെ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇവിടെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ബാക്കി എല്ലാം സുഭിക്ഷമാണ്. ഇനി ഒരു കാര്യത്തിന് കൂടെ നിങ്ങൾക്ക്
വന്നു ചേരാനുണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് സങ്കടം അനുഭവിക്കേണ്ടതായിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അവിടെ വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ ഇനി നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്ന എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ലവേഴ്സാണ് വന്നിരിക്കുന്നത്. കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളോടൊപ്പം വരുന്നു എന്നുള്ളതാണ്. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. ഇവിടെ അതാണ് 9 ഓഫ് വാൺസിന്റെ എനർജി വന്നിരിക്കുന്നത്. ഒരേ ഒരു കാര്യത്തിൽ ആവേശത്തോടുകൂടി കാത്തിരിക്കുന്നു. അത് വന്നു ചേർന്നെങ്കിൽ മാത്രമേ ജീവിതത്തിൽ സന്തോഷം ലഭിക്കുകയുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന പങ്കാളി നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാവാം, അവർ വന്നു ചേരാൻ വേണ്ടിയാവാം. അതുമല്ല എങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു പങ്കാളിക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? നിങ്ങളെ പരസ്പരം റെസ്പെക്ട് ചെയ്ത് പോകുന്ന, പരസ്പരം സ്നേഹിച്ച് സപ്പോർട്ട് ചെയ്ത് പോകുന്ന ഒരു പാർട്ട്ണറെയാണ് നിങ്ങൾ ഇവിടെ ആഗ്രഹിച്ചിട്ടുള്ളത് എന്ന് കാണുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു പരിവർത്തനവും വരും. അതാണ് നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ് എന്ന് കാണുന്നുണ്ട് നിങ്ങൾ തമ്മിൽ. ഇത് എല്ലായ്പ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു എനർജി ഒരുപാട് കാലം നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കുന്നതാണ്. സന്തോഷത്തോടുകൂടി നിലനിന്ന് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് എന്താണെന്ന് നോക്കാം. ഇവിടെ സഫറിങ് ഇൻ സൈലൻസ്, പലരും സൈലൻസിനോട് സഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹം മാത്രമല്ല, അങ്ങനെ ആയി പോവുകയാണ് ജീവിതം. നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു അവസരം ഉണ്ട് എങ്കിൽ അവിടെ വിഷമിക്കുകയല്ല വേണ്ട. നിങ്ങൾ കൂടുതലായിട്ട് യൂണിവേഴ്സിനെ പറ്റി ചിന്തിക്കുകയാണ് വേണ്ടത്. കൂടുതലായിട്ട് യൂണിവേഴ്സിനോട് അടുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത് ഏറ്റവും നന്നായിരിക്കും. കാരണം നമ്മൾ ഒറ്റയ്ക്കിരുന്നുവെങ്കിൽ മാത്രമേ യൂണിവേഴ്സിനോട് കൂടുതലായിട്ട് അടുക്കാൻ പറ്റുകയുള്ളൂ. യൂണിവേഴ്സും അപ്പോൾ മാത്രമേ ചില നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരികയുള്ളൂ. അവിടെ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾ ഒറ്റയായിട്ടിരിക്കണം. എല്ലാവരോടും കൂടെ ചേർന്ന് കളിച്ചേരിയിൽ അങ്ങനെ ആസ്വദിച്ച് കഴിയുന്ന ഒരു സമയമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിവൈനുമായിട്ട് കണക്റ്റ് ആവാൻ പറ്റുകയില്ല. അതിനുള്ള സമയം ലഭിക്കുകയില്ല, അല്ലെങ്കിൽ അതിനുള്ള കോൺസെൻട്രേഷൻ ലഭിക്കുകയില്ല എന്നാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ, സൈലൻസിലായി കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഡിവൈനുമായിട്ട് കണക്റ്റ് ആവാൻ പറ്റുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സോളിനോട് തന്നെ സംസാരിക്കാൻ സാധിക്കും. സോളിനെ അറിയാനുള്ള ആ ഒരു പ്രവണതയുണ്ടാവും. അല്ല എങ്കിൽ അതിനുള്ള ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കിവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യസമയം വരാൻ പോകുന്നു. ഇതുവരെയുള്ള നിരാശയിൽ നിന്നും ഇതുവരെയുള്ള ദൗർഭാഗ്യങ്ങളിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ മുന്നോട്ട് വന്ന് സന്തോഷത്തിലേക്ക് വരാൻ സാധിക്കുന്നു. നിങ്ങളുടെ സമയത്തിനൊരു മാറ്റം വരുന്നുണ്ട്. ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് ഭാഗ്യത്തിൻ്റെതായ സമയമാണെന്നാണ് ഇവിടെ കാണുന്നത്. കാരണം ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിന്നുമാണ് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങളുടേതായ ഭാഗ്യത്തിന്റെ സമയം നിങ്ങൾക്ക് വരാൻ പോകുന്നതും ഇവിടെയാണ്. ഇവിടെ 7 ഓഫ് വാൺസ് ആണ് ബോട്ടം വന്നിരിക്കുന്നത്. കാരണം പ്രശ്നങ്ങളുണ്ട്, എന്നിരുന്നാൽ കൂടെ അവിടെ നിങ്ങൾക്ക് അതിനെ മറികടന്ന് മുന്നോട്ട് പോകാനും സാധിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്നുള്ള കാർഡാണ് ഇവിടെ നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലായ്പ്പോഴും എന്താണ് ചിന്തിക്കേണ്ടത്? തീരുമാനങ്ങൾ മാറി എടുക്കാൻ പാടില്ല. ഇന്നൊരു കാര്യത്തിൽ ഒരു തീരുമാനം, നാളെ മറ്റൊരു തീരുമാനം, അങ്ങനെയല്ല വേണ്ട. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തീരുമാനത്തിൽ ഉറച്ച് വിശ്വസിച്ചിട്ടുണ്ടോ, നിങ്ങൾ അവിടെ വിശ്വസിക്കുക, അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. മനസ്സിലായി? അത് മാറ്റിക്കൊണ്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഉറച്ച നിലപാടെടുത്തു എങ്കിൽ അവിടെ നിലനിൽക്കുക. അതിനെ സാധിച്ചു കിട്ടാൻ വേണ്ടിയുള്ള പ്രയത്നം ചെയ്യുക. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെയും സഫലമായി വരുന്നത്. ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഇവിടെ സഫലമാകാൻ തുടങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതിനായിട്ട്. ഗണപതി ഭഗവാന്റെ ബ്ലെസ്സിങ്സ് നമുക്കൊന്ന് നോക്കാവേ.
ഇവിടെ വന്നിരിക്കുന്നത് പ്രിയോറിറ്റീസ് ആണ്. കാരണം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് നിങ്ങൾക്ക് പ്രിയോറിറ്റി ലഭിക്കുന്നു. അതായത് ഭഗവാൻ നിങ്ങൾക്ക് തുണ തരുന്നു. അവിടെ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഏത് കാര്യമാണോ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളിൽ നിന്നും എന്ത് പ്രതിസന്ധിയാണോ മാറിക്കിട്ടേണ്ടത്, എന്ത് തടസ്സമാണോ നിങ്ങളിൽ നിന്നും മാറിക്കിട്ടേണ്ടത്, തടസ്സങ്ങളെ മാറിക്കിട്ടാനായിട്ട് നമുക്ക് ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഭഗവാനാണ് ഗണപതി ഭഗവാൻ. വിഘ്നേശ്വരൻ എന്നല്ല പറയുന്നത്, സർവ്വവിധ വിഘ്നങ്ങളെയും മാറ്റിത്തരുന്ന ഭഗവാനാണ് ഗണപതി ഭഗവാൻ. നിങ്ങളുടെ നാളിനനുസരിച്ച് എല്ലാ മാസവും ഗണപതി ഹോമം നടത്തുന്നത് നന്നായിരിക്കും. ശിവക്ഷേത്രത്തിലൊക്കെ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് നടത്തണം. അങ്ങനെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. തൊഴിൽ തടസ്സങ്ങൾ എല്ലാം നിങ്ങൾക്ക് നീങ്ങിക്കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ഭഗവാന് ആശ്രയിക്കുക, ഭഗവാനെ സേവിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രിയോറിറ്റി തരുന്നതാണ് ഭഗവാൻ എന്നുള്ളതാണ്. 3 ആണ് നമ്പർ വന്നിരിക്കുന്നത്. അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് ഉണ്ടാവും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? ഭഗവാനെ ആശ്രയിക്കുന്നവർക്കാണ് എല്ലായ്പ്പോഴും പ്രയോറിറ്റി തരുന്നത്. അത് മനസ്സിലായല്ലോ അല്ലേ? അടുത്തതായിട്ട് വന്നിരിക്കുന്ന സ്പിരിച്വൽ പ്രാക്ടീസ് ആണ്. നിങ്ങൾ സ്പിരിച്വലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നത് ഏറ്റവും നന്നായിരിക്കും. കണ്ടില്ലേ, ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് പ്രപഞ്ചത്തെ അറിയാനുള്ള ഒരു കഴിവുണ്ടാവുക, സോളിനെ അറിയാനുള്ള ഒരു കഴിവുണ്ടാവുക. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെയും എന്താണ്, നിങ്ങളുടെ ഉള്ളിലാണുള്ള ഈശ്വര ചൈതന്യം. ആ നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തെ കാണുക എന്നുള്ളത് ഒരു പരമമായ ലക്ഷ്യമായിരിക്കും. മനസ്സിലായി? അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ മെഡിറ്റേഷനൊക്കെ ചെയ്ത് എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുക. ഒരു കൃത്യസമയം നോക്കി മെഡിറ്റേഷൻ ചെയ്ത് മുന്നോട്ട് വരുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതേ സമയത്ത് തന്നെ കൃത്യനിഷ്ഠയോടുകൂടി നിങ്ങളത് ചെയ്തു പോന്നു കഴിഞ്ഞാൽ വളരെ നല്ല അനുഗ്രഹമായിരിക്കും നിങ്ങൾക്കിവിടെ ലഭിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ബ്ലെസ്സിങ്സ് ആണ്, ഒരുപാട് ബ്ലെസ്സിങ്സ്. 4 ആണ് വന്നിരിക്കുന്നത്. കണ്ടല്ലേ, ഈ ഒരു ബ്ലെസ്സിങ്സ്, ഭഗവാന്റെ ഈ ഒരു ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം മാറി ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇനി തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിൽ മുന്നോട്ട് വരിക എന്നുള്ളത് പറയുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്ന റിവലേഷൻ ആണ്. കാരണം നിങ്ങൾ ഇതുവരെയും കണ്ടെത്താത്ത ചില കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പരാജയം ഉണ്ടായിട്ടുണ്ടാവാം, ഒരുപാട് പ്രശ്നങ്ങളെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവാം. ഇതൊക്കെ ചില കാരണങ്ങൾ എന്താണ്, എന്തുകൊണ്ടത് വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം. അല്ല എങ്കിൽ എന്തുകൊണ്ട് ഇത് വന്നു എന്ന് പലപ്പോഴും നിങ്ങൾ ആലോചിക്കുന്ന ഒരു സമയമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള സമയമായിരിക്കുന്നു. അതിന്റെ യഥാർത്ഥ കാരണം വെളിപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ഒരു മാറ്റം വരാൻ തുടങ്ങുന്നു. കാരണം ഇതുവരെ അനുഭവിച്ചിരുന്ന കഷ്ടതകളിൽ നിന്നും എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കി മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോഴാണല്ലോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് സക്സസ് കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളിവിടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എത്ര നാളിനകം നടക്കും എന്ന് നമുക്ക് നോക്കാവേ. എത്ര നാളുകൾക്കകം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകും എന്ന് നമുക്ക് നോക്കാം. 3 കാർഡ്സ് എടുക്കാം നോക്ക്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ, ചിലരാണെങ്കിൽ ഇവിടെ വർക്ക് വിൽ ബി, 3 കാർഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ചിലരാണെങ്കിൽ വർക്ക് വിൽ ബി ഓൺ സ്ലോ മോഡ്, ബി പേഷ്യൻ്റ്. അപ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ കാര്യങ്ങൾ സാധിക്കണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷേ വർക്ക് ചെയ്യുന്നത് പതുക്കെയാണ്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ചെയ്യേണ്ടതായ ഒരു ജോലി വളരെയധികം സ്ലോയിലാണ് പോകുന്നതെങ്കിൽ അത് കുറച്ചുകൂടി താമസിക്കും അല്ലേ. സ്ലോയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, കുറെ കൂടി താമസിച്ചു വരും. അപ്പൊ നിങ്ങൾ അവിടെ എന്താണ് വേണ്ടത്, പേഷ്യൻസ് പാലിക്കണം, ക്ഷമയോടുകൂടി ഇരിക്കുക.
അങ്ങനെ നിങ്ങൾ ക്ഷമയോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സാധിക്കാനുള്ള സമയമാകുമ്പോൾ അതിന് അവസരം ലഭിക്കും എന്നുള്ളതാണ് കാണുന്നത്. കാരണം നിങ്ങൾ ജോലി ചെയ്യുന്നത് വളരെയധികം സ്ലോയിലാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി അതിൻ്റെ റിസൾട്ട് താമസിച്ച് വരുന്നത് എന്ന് കാണുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ആഫ്റ്റർ 2 വീക്സ്. ചിലരുടെ കാര്യങ്ങൾ 2 ആഴ്ചകൾക്ക് ശേഷം സാധിച്ചു കിട്ടും. അപ്പോൾ കാര്യത്തിൻ്റെ ഗൗരവം അനുസരിച്ച് ഇത് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ആഗ്രഹം സാധിക്കണമെങ്കിൽ 2 ആഴ്ചകൾ കഴിയണം. മനസ്സിലായോ? അപ്പോൾ നിങ്ങളിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ 2 ആഴ്ചകൾക്ക് ശേഷം നിങ്ങൾക്കത് സാധിച്ചു കിട്ടും എന്ന് കാണുന്നുണ്ട്. ഇനി ചിലർക്കാണെങ്കിൽ വിതിൻ 7 മന്ത്സ്, ചിലപ്പോൾ കുറച്ചുകൂടി കഠിനതയേറിയ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായ കാര്യമായിരിക്കാം നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ 7 മാസത്തിനകം നിങ്ങളുടെ വിതിൻ 7 മന്ത്സ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. വിതിൻ 7 മന്ത്സ് കണ്ടില്ലേ? അപ്പോൾ 7 മാസത്തിനകം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ കാര്യം സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു, പ്രതിസന്ധികൾ മാറിക്കിട്ടുന്നു, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ സമയമായിരിക്കുന്നു. ഇത്രയൊക്കെ കാലയളവ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഹൈപ്പ് ചെയ്യാനും മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.